ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു 10-11 വയസ്സായ കുട്ടികളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പണിയാണ് ആൾക്കാർക്ക്. അതായത് അമ്മമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ദേഷ്യവും പ്രശ്നങ്ങളും. അപ്പോൾ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി അതിനെന്താ ഇപ്പം ചെയ്യുക, ഇവരെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ചേച്ചി ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാലോ, എന്താ ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ളത്. എനിക്ക് പറയാനുള്ള സൊല്യൂഷൻ, നമ്മൾ ചെറിയ മക്കളായിരിക്കുന്ന സമയം, കുട്ടികൾ ചെറിയ മക്കളായിരിക്കുന്ന സമയത്ത് തന്നെ അവരെ നമ്മളെ കൂടെ തന്നെ നിർത്തി, അടുക്കളയിലാണ് നമ്മളുള്ളതെങ്കിൽ അവരെ നമ്മൾ അടുത്തിരുത്തി അവരോടും സംസാരിച്ചു കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം. സംസാരം, അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ബോണ്ടിങ്ങിന് വളരെ നല്ല കാര്യമാണത്. നമ്മുടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിന്. അപ്പോൾ ഒരു കുഞ്ഞ് സ്പൂണെല്ലാം അവരെ കയ്യിൽ കൊടുത്ത് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുമ്പോൾ അവരെ ഉള്ളിൽ തോന്നും, ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഞാനും കൂടി ഉള്ളത് കൊണ്ടാണ് ഈ സംഗതികളൊക്കെ നടക്കുന്നതെന്നുള്ള ബോധം കുട്ടികളിൽ വരും. ഞാനിതിൻ്റെ ഭാഗമാണ് എന്നുള്ള ചിന്ത അവരെ മനസ്സിലുണ്ടാവും. അതിലുപരി നമ്മൾ ചെയ്യേണ്ടത്, കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക. കഥകളുള്ള ബുക്ക്, ചെറിയ ചെറിയ ബുക്കുകൾ. ഞാനൊക്കെ മുന്നേ ബാലരമ, പൂമ്പാറ്റ അങ്ങനെയുള്ള കുറേ ബുക്കുകളില്ലേ കഥകളുള്ള, അതിപ്പോൾ എൻ്റെ വീട്ടിൽ വാങ്ങിക്കാത്ത സമയത്ത് ഞാൻ വേറെ വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ടെന്ന് നന്നായിട്ട് വായിക്കും. എൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വായനാശീലം വന്നതെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ അത്യാവശ്യം നന്നായിട്ട് വായിക്കും. അമ്മ വായിക്കുന്നത് കണ്ടിട്ടാണ് എൻ്റെ ഉള്ളിൽ വായനാശീലം എന്നൊരു കാര്യം വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വായനാശീലമുള്ളവർക്ക് മാത്രമേ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റൂ. അല്ലാത്ത ഒരാൾക്കും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. അവരെ തല എപ്പോഴും ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മളെ മക്കളിൽ വായനാശീലം വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിൽ കൂടെ തന്നെ കുട്ടികളിൽ നല്ല സ്വഭാവങ്ങൾ കടന്നു വരാൻ വേണ്ടിയിട്ടും, ഒരു പ്രത്യേക സാഹചര്യങ്ങൾ, മനസ്സിന് ബുദ്ധിമുട്ടും വിഷമങ്ങളും വരുന്ന സമയത്തും കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തും വായനാശീലത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേണ്ടത് പ്രാർത്ഥനാശീലം വളർത്തിയെടുക്കണം. പ്രാർത്ഥിക്കുന്നത് കുട്ടികളുടെ മനസ്സിൽ വളരെയധികം നല്ലൊരു വിശ്വാസം, ഏത് മതമായിക്കോട്ടെ, ദൈവം എന്നെ കാത്തുരക്ഷിക്കും എന്നുള്ള ഒരു ചിന്ത കുട്ടികളിൽ വളർത്തിയെടുക്കണം. ഒരു ദൈവവിശ്വാസം, ദൈവഭയം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ തുടക്കം രാവിലെ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അയക്കുക. അതുപോലെ രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് പ്രാർത്ഥിച്ച് കിടക്കുക. അന്നത്തെ കാര്യങ്ങളൊക്കെ ദൈവത്തിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കാനുള്ള ഒരു കാര്യം നമ്മൾ അവരിൽ ശീലിപ്പിച്ചെടുക്കണം.